യോഹന്നാൻ്റെ ക്യാരക്ടർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് തഴക്കവും പഴക്കമൊക്കെ വന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് അയാൾക്ക് എല്ലാ ഘട്ടത്തിലും ഉണ്ട്. അയാളുടെ പെരുമാറ്റത്തിലും അയാൾ ഓരോ കേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അതുകൊണ്ട് ഇവരുടെ ഒരു റോത്തിനിടയിൽ അവർ കണ്ടുമുട്ടുന്ന ഓരോ കേസുകളും കഥാപാത്രങ്ങളോടും അയാൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് പെരുമാറുന്നത്. ഷാഹി എന്നോട് ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ച് പറഞ്ഞപ്പം അയാൾ പറഞ്ഞ ഇയാൾക്കൊരു ക്യാരക്ടർ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇയാൾ ഓരോ 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 സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പം ഒരു ഈ ഓരോ മുമ്പിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് നോക്കിയിട്ട് അയാൾക്കനുസരിച്ചായിരിക്കും ഇയാളുടെ സ്വഭാവം ആ നിമിഷത്തിൽ രൂപപ്പെടുക. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അങ്ങനെ അങ്ങനെ അത്രയും വേരിയേഷൻസും വേവ്സും ഉള്ളൊരു ക്യാരക്ടറാണ്. ഇതായിരുന്നു എൻ്റെ ഒരു ക്യാരക്ടർ. എന്നാൽ റോഷൻ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് അല്ല, പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ചെറിയ റാഗിങ്ങുകളും ചെറിയ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ കഥാപാത്രങ്ങൾ ഒരുമിച്ച് ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് പോകുന്ന പോലെയാണ് സിനിമയിലുള്ളത്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോവർക്കിംഗ് ആയിരുന്നു, പ്രത്യേകിച്ച് റോഷനുമായിട്ട്. ആസ് എ ആക്ടർ റോഷൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഭയങ്കര ഭയങ്കര എന്നാ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള സുഖം ഭയങ്കര അടിപൊളിയായിരുന്നു.